BJP സ്ഥാനാർത്ഥി രതീഷ് വരുമല. ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തയൊന്നും നമുക്ക് തയ്യാറാക്കി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് കോർഡിനേഷൻ്റെ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഉപ്പുതറയിലും പീരുമേടിൻ്റെ വിവിധ പ്രദേശത്തൊക്കെ അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത്തവണത്തെ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയുന്നത് കുമളി അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന, ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന ചാനലുകളിലൊക്കെ തന്നെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ഥാനാർത്ഥികൾ അവരുടെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്താനായിട്ട് കഴിയും അല്ലേ? അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതും നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോയെന്നിരിക്കട്ടെ. BJP സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയോജക മണ്ഡലത്തിൽ എന്തായാലും ജയിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആർക്കൊപ്പം നിൽക്കും? ഇത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു ആചാരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. BJP സംബന്ധിച്ച് അങ്ങനെയാണ്. അത് കഴിഞ്ഞ തവണ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കഴിഞ്ഞ മുന്നത്തെ തവണ 11,000 വോട്ട് ഉണ്ടായിരുന്ന BJPക്ക് കഴിഞ്ഞ തവണത്തെ, അതായത് വാഴൂർ സോമൻ അവിടെ MLA ആയിട്ട് മത്സരിക്കുമ്പോൾ 4,000 വോട്ടിൻ്റെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ വോട്ടുകൾ എവിടെ പോയി? കച്ചവടം നടന്നോ? ഡീൽ നടന്നോ? പീരുമേടിലും ഡീൽ നടന്നോ എന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനിയും ഡീൽ നടക്കുമോ എന്നുള്ളത് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ നിൽക്കട്ടെ. ഇത്തവണത്തെ പക്ഷേ അതിനൊരു മാറ്റമുണ്ടാക്കാനായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി രതീഷ് വരുമലയ്ക്ക് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് മണ്ഡലത്തിൽ ഉള്ള ആകെ BJP അനുഭാവികളും BJP പ്രവർത്തകരും ഒപ്പം മണ്ഡലത്തിലുള്ള മറ്റ് ആളുകളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാരണം BJP ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാർട്ടി തന്നെയാണ്. കേരളത്തിൽ ഇപ്പം പ്രധാന ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷത്തിലേക്ക് വരേണ്ട ഒരു പാർട്ടിയായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ ചില ഡീലുകളൊക്കെ തന്നെ നടക്കുന്നത്. പീരുമേടിൽ നമുക്ക് ഡീൽ നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികളും പര്യടന പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ച് ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ്. നമ്മളും നിങ്ങളിലേക്ക് എത്തുകയാണ്. നാളെ മുതൽ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ തോറും റെയിൻബോ TVയുടെ ടീം എത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കാനായിട്ട്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും, ആരെ മറത്തിയടിക്കും, തെരഞ്ഞെടുപ്പ് ഗുസ്തിയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അഭിപ്രായങ്ങളും ഒപ്പം നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവയ്ക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്.